ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. SSLC 2025-26 ബാച്ചിൻ്റെ മാത്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണിത്. ഇതൊരു ബേസിക് സീരീസ് ആണ്. അപ്പോൾ ഈ വീഡിയോ പാർട്ട് 1 ആണ്. ഇതിൻ്റെ പാർട്ട് 2ഉം പാർട്ട് 3 ഒക്കെ ഉണ്ടാകും. പാർട്ട് 1ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ത്രികോണത്തിൻ്റെ പരപ്പളവ് എങ്ങനെ കാണാമെന്നാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു മട്ടത്രികോണമാണ്. ഈ മട്ടത്രികോണത്തിൻ്റെ പാദമാണ് 3, അതുപോലെ ഉയരമാണ് 4. പാദത്തിനെ നമ്മൾ B ഉപയോഗിച്ചാണ് സൂചിപ്പിക്കാറ്, ഉയരത്തിനെ H ഉപയോഗിച്ചാണ് സൂചിപ്പിക്കാറ്. ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാൻ ഒരു ഇക്വേഷൻ ആവശ്യമുണ്ട്. ഈ ഇക്വേഷനാണ് ഹാഫ് BH. ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾ പരപ്പളവിൻ്റെ ഇക്വേഷൻ എഴുതുക. ഇക്വേഷന് ഹാഫ് BH, ഹാഫ് ഇൻറ്റു ഈ ത്രികോണത്തിൽ B പാദം 3 ആണ്, H 4 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 4, ഹാഫ് BH എന്നാണ് ഇക്വേഷന്. ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 4, അപ്പോൾ 3 ഇൻറ്റു 4 12 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 12, ഹാഫ് ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് 6 ആണ്. ഇനി നമുക്ക് ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് നോക്കാം. ഈ ത്രികോണത്തിൻ്റെ പാദം 5 ആണ്, ഉയരം 12 ആണ്. അപ്പോൾ നമുക്ക് പരപ്പളവ് നോക്കാം. പരപ്പളവിൻ്റെ ഇക്വേഷൻ ഹാഫ് BH. അപ്പോൾ ഹാഫ് ഇൻറ്റു B ഇൻറ്റു H, B പാദം H ഉയരം, പാദം ഇൻറ്റു ഉയരം, ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. അപ്പോൾ പാദം 5ഉം ഉയരം 12ഉമാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 12, 5 ഇൻറ്റു 12 60 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 60 എന്ന് എഴുതുക. ഹാഫ് ഇൻറ്റു 60 എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് 30 ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിൻ്റെ പാർട്ട് 2ഉം പാർട്ട് 3 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.